എത്ര വേഗമാണ് ഇന്ത്യയിൽ കാര്യങ്ങൾ മാറി മറിയുന്നത് എന്ന് വിശ്വസിക്കാനേ ആവുന്നില്ല. കഴിഞ്ഞ 10 വർഷമായുള്ള മോദി ഭരണത്തിൽ സമൂല നാശം നേരിട്ട ഇന്ത്യയിലെ ജനങ്ങൾ മോദിയുടെ പൊള്ളത്തരങ്ങൾ വളരെ വേഗത്തിലാണ് തിരിച്ചറിഞ്ഞത്. അതിൻ്റെ മറ്റൊരു തെളിവാണ് കഴിഞ്ഞ ഒരാഴ്ചയിലെ രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും യൂട്യൂബ് വീഡിയോകൾക്ക് ലഭിച്ച വ്യൂസ് കണക്ക്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും യൂട്യൂബ് ചാനലുകളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അനലൈസ് ചെയ്യുന്ന ഡേറ്റാബീൻസ് പുറത്തുവിട്ട ജൂലൈ 13 മുതൽ 19 വരെയുള്ള ഒരാഴ്ചയിലെ ടോപ്പ് 10 യൂട്യൂബ് ചാനലുകളുടെ വ്യൂസ് അനലൈസ് ചെയ്യാം. ഓരോ ആഴ്ചയും പുതുതായി റിലീസ് ചെയ്ത വീഡിയോകളുടെ ആ ആഴ്ചയിലെ വ്യൂസ് ആണ് ഡേറ്റാബീൻസ് പുറത്തുവിടുന്നത്. ഇതനുസരിച്ച് ഈ പറഞ്ഞ ആഴ്ചയിൽ റിലീസ് ചെയ്ത വീഡിയോകളിൽ മുൻപിൽ നിൽക്കുന്ന 10 ചാനലുകളുടെ വ്യൂസ് ഇങ്ങനെയാണ്. ഒന്നാം സ്ഥാനത്ത് രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബ് ചാനൽ 12.7 മില്യൺ വ്യൂസ്. ഈ 10 ചാനലുകളുടെ ടോട്ടൽ വ്യൂസിന്റെ 32% ഏതാണ്ട് 1/3 രാഹുൽ ഗാന്ധിയുടെ ചാനലിന് മാത്രമായി ലഭിച്ചിരിക്കുന്നു എന്നർത്ഥം. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ചാനൽ 11.8 മില്യൺ വ്യൂസ്. അത് മൊത്തത്തിലുള്ള 10 ചാനലുകളുടെ വ്യൂസിന്റെ 30%. മൂന്നാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് കോൺഗ്രസിന്റെ യൂട്യൂബ് ചാനൽ 4.5 മില്യൺ വ്യൂസ് 12%. നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് 4.5 മില്യൺ വ്യൂസുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യൂട്യൂബ് ചാനൽ. അത് മൊത്തത്തിലുള്ള വ്യൂസിന്റെ 11%. മൊത്തമുള്ള വ്യൂസിന്റെ 85% കോൺഗ്രസിന്റെ ചാനലുകൾക്ക് മാത്രമായി ലഭിച്ചു എന്നുള്ളത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. അതും ഈ വ്യൂസ് എല്ലാം തന്നെ BJPക്ക് ശക്തിയുള്ള ഹിന്ദി മേഖലയിൽ നിന്നാണ് എന്ന് ഓർക്കണം. കാരണം ഈ വീഡിയോകളെല്ലാം തന്നെ ഹിന്ദിയിലാണ്. പിന്നീട് വരുന്ന മോദിയുടെയും BJPയുടെയും ഉൾപ്പെടെയുള്ള 6 രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും ചാനലുകൾക്ക് ലഭിച്ചത് വെറും 15% വ്യൂസ് മാത്രമാണ്. അഞ്ചാം സ്ഥാനത്ത് ആം ആദ്മി പാർട്ടി 3 മില്യൺ വ്യൂസ് 8%. അതായത് ആദ്യ 5 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ഇന്ത്യ അലയൻസ് പാർട്ടികളുടെ യൂട്യൂബ് ചാനലുകൾ ആണ് എന്നർത്ഥം. ആറാം സ്ഥാനത്ത് വിശ്വഗുരു നരേന്ദ്രമോദിയുടെ ചാനൽ 1.1 മില്യൺ വ്യൂസ് മാത്രം. അതായത് മൊത്തത്തിലുള്ള 10 ചാനലുകളുടെ വെറും 3% മാത്രമാണ് നരേന്ദ്രമോദിയുടെ യൂട്യൂബ് ചാനലിന് ലഭിച്ച വ്യൂസ്. വിശ്വഗുരുവിൽ നിന്നും വിശ്വബന്ധുവിൽ നിന്നും താഴേക്ക് പതിച്ച് എല്ലാ ഏകാധിപതികളെയും പോലെ ഇപ്പോൾ ആരും കാണാനോ കേൾക്കാനോ താല്പര്യപ്പെടാത്ത ആളായി മാറിയിരിക്കുന്നു മോദി. ഏഴാം സ്ഥാനത്ത് ആം ആദ്മി പാർട്ടി പഞ്ചാബ് 0.5 മില്യൺ 1%. എട്ടാം സ്ഥാനത്ത് ആം ആദ്മി പാർട്ടി ഡൽഹി 0.4 മില്യൺ 1%. ഒൻപതാം സ്ഥാനത്ത് അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി 0.4 മില്യൺ 1%. ഏറ്റവും അവസാനത്തായി 10ാം സ്ഥാനത്ത് വിശ്വഗുരുവിന്റെ സ്വന്തം പാർട്ടി BJP വെറും 0.3 മില്യൺ 3 ലക്ഷം വ്യൂസ് മാത്രം. ഇന്ത്യ മുന്നണിയുടെ മറ്റ് സഖ്യകക്ഷികളുടെയും കൂടി ചേർക്കുമ്പോൾ മൊത്തത്തിലുള്ള വ്യൂസിന്റെ 96% ലഭിച്ചത് ഇന്ത്യ മുന്നണിക്ക് മാത്രമായാണ്. നരേന്ദ്രമോദിയുടെയും BJPയുടെയും ചാനലുകൾക്ക് കമ്പൈൻഡായി ലഭിച്ചത് വെറും 4% മാത്രം. രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബ് ചാനലിൽ ലഭിച്ചത് മോദിയുടെ യൂട്യൂബ് ചാനലിനേക്കാൾ 12 ഇരട്ടിയിലധികം വ്യൂസ്. അതുപോലെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, യൂത്ത് കോൺഗ്രസിന്റെ ചാനലിൽ ലഭിച്ച വ്യൂസ് BJPയുടെ ചാനലിന് ലഭിച്ചതിനേക്കാൾ 40 ഇരട്ടിയാണ്. BJPയുടെ ചാനലിന് വെറും 0.3 മില്യൺ വ്യൂസും യൂത്ത് കോൺഗ്രസിന്റെ ചാനലിന് 11.8 മില്യൺ വ്യൂസും. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുകയാണ്, വിശ്വഗുരുവിന്റെ കുരു വളരെ വേഗത്തിൽ പൊട്ടിപ്പോയിരിക്കുന്നു. മന്ദഭക്തന്മാർ എത്രയേറെ വിദ്വേഷം വിളമ്പിയാലും എത്രയേറെ ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിച്ചാലും വിവേകമുദിച്ച ഇന്ത്യൻ ജനതയുടെ മുന്നിൽ ഇനി ഒന്നും വിലപ്പോകില്ല എന്ന് വളരെ വ്യക്തമായിരിക്കുന്നു.